കണ്ണൂർ ലോബിയുടെ കയ്യിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം നടക്കുന്നത്. അത് വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് തെക്കോട്ടുള്ള ആൾക്കാർക്കത് വളരെ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. കണ്ണൂർ ലോബികൾ അവിടെ കുറേ പേര് മുതലാളിമാരായി മാറി. അതോടൊപ്പം കുറേ കൊലപാതകങ്ങൾ നടത്തി. അമ്മയ്ക്ക് മക്കളില്ല, ഭാര്യയ്ക്ക് ഭർത്താവില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിയെ നയിച്ച് തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ ജനങ്ങളിന്ന് വെറുക്കാനുള്ള കാരണമായി തീർന്നിരിക്കുന്നത്. പിന്നെ കൂടുതൽ പറഞ്ഞ ഭരണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കടം വാങ്ങിക്കുക എടുത്തിട്ട് കാര്യമൊന്നും. ഈ കടം വാങ്ങിക്കുന്ന തുകയെല്ലാം നമ്മുടെ ഓരോ വ്യക്തിയുടെയും തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഴിമതി എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് കൊടുത്ത് വർക്കുകൾ ചെയ്യിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് അവരുടെ കയ്യിലേക്ക് ചെല്ലുകയാണ്, പാർട്ടി ഫണ്ടിലേക്ക് ചെല്ലുകയാണ്, അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആരും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അത് ജനങ്ങളുടെ പൈസ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ PWD എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണ്. അതിൽ ഇപ്പോൾ ഒരു വർക്കിന് ഇത്ര രൂപ 5-10 കോടി രൂപ ചിലവാകുന്നത് ഏത് ഉദ്യോഗസ്ഥന്മാരും ഭരണതലത്തിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അതിൻ്റെ എമൗണ്ട് 20 കോടിയാക്കി മാറ്റാൻ പറയും. 20 കോടിയാക്കി മാറ്റുമ്പോൾ 20 കോടിയുടെ ടെൻഡർ കൊടുക്കും. ആ ടെൻഡർ കൊടുത്തിട്ട് ഇതിൽ നിന്ന് നല്ലൊരു വെട്ടിപ്പ് നടക്കും. 10 കോടിയുടെ വർക്ക് നടക്കില്ല, ഒരു 6-7 കോടിയുടെ വർക്ക് നടക്കും. ബാക്കി പൈസ കൊള്ളയടിച്ച് കൊണ്ടുപോകും പരിപാടി. അങ്ങനെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും നിശബ്ദരായി കഴിയുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം സാർ? സ്വയം ജനങ്ങളെ ചിന്തിക്കട്ടെ, അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാറ്റട്ടെ എന്ന് എനിക്ക് പറയാം.